സന്ന ഫർണിച്ചർ ആൻഡ് ഹോം ബസാർ, പെരിന്തൽമണ്ണ റോഡ്, കരുവപ്പാറ, പട്ടിക്കാട്. ജൂലൈ 20 മുതൽ 70% വരെ ഓഫർ. സന്ന ഫർണിച്ചർ ആൻഡ് ഹോം ബസാർ, പെരിന്തൽമണ്ണ റോഡ്, കരുവപ്പാറ. വെട്ടത്തൂർ കാപ്പ് ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഹൈടെക് കെട്ടിടം നിർമ്മിക്കുന്നു. സംസ്ഥാന സർക്കാർ കിഫ്ബിയിൽ നിന്ന് അനുവദിച്ച 3.9 കോടി രൂപ ചെലവിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. നജീബ് കാന്തപുരം MLA കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച പ്രവേശന കവാടത്തിന്റെ സമർപ്പണവും ചടങ്ങിൽ നടന്നു. കാപ്പ് ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ കിഫ്ബിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 3.9 കോടി രൂപ ചിലവിലാണ് ഹൈടെക് കെട്ടിടം നിർമ്മിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. നജീബ് കാന്തപുരം MLA കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു. നമ്മുടെ കാപ്പ് പോലെയുള്ള പ്രദേശത്തെ സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടികൾക്കിടയിലാണ്. നമ്മുടെ ഭാവിയാണ് ഈ നാടിൻ്റെ ഭാവി എന്ന് പറയുന്നത്. നിങ്ങളുടെ മാറ്റമാണ് ഈ നാടിൻ്റെ മാറ്റം എന്ന് പറയുന്നത്. അത് ഏറ്റവും ക്വാളിറ്റി എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് ലഭ്യമാകണം. ഏറ്റവും നല്ല പ്രസ്റ്റീജിയസ് ആയ സ്ഥാപനങ്ങളിൽ ഭാവിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയണം. അതിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക എന്നതാണ് ഞങ്ങളെ പോലെയുള്ള പൊതുപ്രവർത്തകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഒരുപാട് തിരക്കുകൾക്കിടയിലാണ് എല്ലാവരും ഇവിടെ നിൽക്കുന്നത്. ഇതിന്റെ സംഘാടകർ തന്നെ വലിയ തിരക്കിലാണ്. അതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നത്. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് വിനിയോഗിച്ച് സ്കൂളിനായി നിർമ്മിച്ച പ്രവേശന കവാടത്തിന്റെ സമർപ്പണവും ചടങ്ങിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ പ്രവേശന കവാടം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CM മുസ്തഫ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം റഹ്മത്തുന്നീസ താമരത്ത്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VT ജയ, വിദ്യാകിരണം മിഷൻ കോർഡിനേറ്റർ സുരേഷ് കൊളശ്ശേരി, KC സുബ്രഹ്മണ്യൻ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ P സക്കീർ ഹുസൈൻ, KP രമേഷ് കുമാർ, KM ഉബൈദുള്ള, മുഹമ്മദ് നയീം, അസ്മാബി തലാപ്പിൽ, അനിൽ ഒറവിങ്ങൽ, സ്കൂൾ പ്രധാനാധ്യാപകൻ P വേണുഗോപാൽ, PTA പ്രസിഡന്റ് PV ഷംസുദ്ദീൻ, വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ PK മുഹമ്മദ് അലി ഹാജി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, വെട്ടത്തൂർ.